ലോകത്തിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ ഇന്നോളം എൻ്റെ ഉത്തരം അറിവ് എന്ന് തന്നെയാണ്. അറിവ് നൃത്തവും സംഗീതവും നാടകം പോലെ ഒരു കലാരൂപമാണ്. ഇവിടെ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു പരിചയിച്ചതുപോലെ കുറേ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നിങ്ങനെ ഒരു പരീക്ഷ എന്നൊക്കെയാണ് എങ്കിൽ അല്ല. കാരണം ഈ മത്സരം ബ്രെയിൻബോ നടത്തുന്നത് സ്വാഭാവികമായും വിജയികൾക്ക് ക്യാഷ് അവാർഡും സമ്മാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മത്സരം ഞാൻ സമർപ്പിക്കുന്നത് ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് വേണ്ടിയേ അല്ല. നന്നായി ഓടുന്നവർക്ക് ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും മുന്നിൽ ഓടുന്ന മികച്ച ഓട്ടക്കാരനാണ് സമ്മാനം കിട്ടുക, സത്യമാണ്. നന്നായി പാടുന്നവനാണ് പാട്ട് മത്സരത്തിലും സമ്മാനം കിട്ടുക. എന്നാൽ ഒരു ക്വിസ് മത്സരത്തിൽ യഥാർത്ഥ സമ്മാനം കിട്ടുന്നത് ആർക്കാണ്? പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. 20 ചോദ്യങ്ങളാണെന്ന് കരുതുക ചോദിക്കുന്നത്. 20 ചോദ്യത്തിൽ 19 ചോദ്യത്തിനും ശരി ഉത്തരം അറിയാവുന്ന കുട്ടിക്ക് 1ാം സമ്മാനവും ക്യാഷ് അവാർഡും ഒക്കെ കിട്ടും. ഒരു ചോദ്യത്തിന് മാത്രം ശരി ഉത്തരം അറിയാവുന്നവൻ സമ്മാനം കിട്ടാതെ മടങ്ങുകയും ചെയ്യും വേദിയിൽ നിന്ന്. എന്നാൽ ജീവിതത്തിലോ ആ ദിവസം 19 ചോദ്യങ്ങൾക്ക് ഉത്തരമറിയാവുന്ന 1ാം സമ്മാനക്കാരന് അവൻ്റെ അറിവിൻ്റെ ആവനാഴിയിലേക്ക് പുതുതായി ലഭിക്കുന്നത് ഒരേ ഒരു അറിവ് മാത്രമാണ്. പരാജയപ്പെട്ടു പോകുന്നവൻ്റെ ജീവിതത്തിൽ വിജ്ഞാനത്തിൻ്റെ ശേഖരത്തിലേക്ക് പുതിയ 19 അറിവുകൾ ലഭിക്കുന്നു. അതാണ് യഥാർത്ഥ സമ്മാനം. തോറ്റുപോകുന്നവർക്ക് യഥാർത്ഥ സമ്മാനം കിട്ടുന്ന മത്സരത്തിൻ്റെ കൂടി പേരാണ് ക്വിസ് മത്സരങ്ങൾ, അറിവുത്സവങ്ങൾ എന്നിവ. ഇവിടെ ഈ മത്സരം നടത്തുന്നത് ഇന്ന് നിങ്ങൾ 150 പേരിൽ നിന്ന് ഫൈനലിലേക്ക് എത്തുന്ന 6 ടീമുകൾക്കോ അതിൽ ജയിക്കുന്ന 1ാം സ്ഥാനം കിട്ടുന്ന ടീമിനോ വേണ്ടിയേ അല്ല. അതൊക്കെ അതിൻ്റെ പ്രോസസ്സിൽ അങ്ങ് നടന്നു പോകും. ഞാൻ ഈ മത്സരം സമർപ്പിക്കുന്നത് ഇന്നിവിടെ തിരഞ്ഞെടുക്കപ്പെടാതെ പോകുന്ന, ഇന്നിവിടെ സമ്മാനം കിട്ടാതെ പോകുന്ന, ഒരുപക്ഷെ പല സ്കൂളുകളിൽ നിന്ന് ഇന്നിവിടേക്ക് മത്സര പരീക്ഷകളിൽ പിന്തള്ളപ്പെട്ട് എത്തപ്പെടാൻ കഴിയാതെ പോകുന്ന ചിത്രശലഭങ്ങളുണ്ടല്ലോ. നാളുകളിൽ ജയിക്കാൻ ഇന്ന് തോറ്റുപോയ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഈ വൈജ്ഞാനിക ഉത്സവം ബ്രെയിൻബോ നിങ്ങളുടെ അനുവാദത്തോടെ സമർപ്പിക്കട്ടെ.